അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്തയെ ധിക്കരിച്ചുകൊണ്ട് നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന സുഹാബി മഹല്ല് ഫെഡറേഷൻ്റെ നേതാവ് വീണ്ടും ബിദഈ വേദികളിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുഫക്കിറുൽ ഇസ്ലാം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു തബ്ലീഗ് ജമാഅത്തിൻ്റെ ഒരു സംഘടന, ആ സംഘടനയുടെ സ്ഥാപകൻ, അതിൻ്റെ ഫൗണ്ടേഷൻ ചെയർമാനൊക്കെ ആയിരുന്ന റസൂൽ ഗഫൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, അതായത് തബ്ലീഗ് ജമാഅത്തിൻ്റെ സജീവ വ്യക്തിയായിരുന്ന ഒരു വ്യക്തിയുടെ അനുസ്മരണ പരിപാടിയിലാണ് നാസർ ഫൈസി പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഫ്ലക്സ് വെച്ചിട്ട് ഇരിക്കുന്നത്. ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ വഹാബി നേതാവായ ഹുസൈൻ മടവൂര്, ജമാഅത്തെ ഇസ്ലാമി നേതാവായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തുടങ്ങിയ ആളുകളുടെ കൂടെയാണ് ഇയാൾ വേദി പങ്കിടാൻ വേണ്ടി പോകുന്നത്. അത് നടത്തുന്നതോ ഒരു ബിദഈ സംഘടന, അവിടെ പങ്കെടുക്കുന്നതും ബിദഈകളായ ആളുകൾ, അതിലേക്കാണ് ഇയാൾ പോകുന്നത്. ഇവിടെ ശരിക്ക് മൊല്ലാക്ക നിന്ന് പാത്തിയാൽ കുട്ടിയാൾ നടന്ന് പാത്തുമെന്ന് പറയുന്നത് പോലെ ഉള്ള സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഇയാളൊക്കെയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സംസ്ഥാന നേതാവ്, ഇയാളൊക്കെയാണ് SMFൻ്റെ സംസ്ഥാന നേതാവ്. അവരുടെ ഒരു ജില്ലാ ഘടകത്തിൻ്റെ നേതാക്കളാണ് കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ ബിദഈ പരിപാടിയിലേക്ക് പോയത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ തലപ്പത്തുള്ള ആളുകൾ തന്നെയാണ് ഇതിന് വഴികാട്ടികളെന്ന്. അത് കൃത്യമായിട്ട് പുലർത്തിയിരിക്കുകയാണ് നാസർ ഫൈസി കൂടത്തായി. അയാളാണ് ഈ SMFൻ്റെ സംസ്ഥാന നേതാവ്. അതുകൊണ്ടാണ് നമ്മളിതിനെ സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇനി മുതൽ സുഹാബി മഹല്ല് ഫെഡറേഷൻ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞത്. പറയുന്നതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട് കേട്ടോ, നമ്മളൊന്നും വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ നിങ്ങൾ നോക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആണ് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചത്. അത് വാർത്ത റിപ്പോർട്ടായിട്ടും വന്നിട്ടുണ്ട്. ബിദഈ പരിപാടികളിൽ സംബന്ധിക്കുന്നതിനെതിരെ വേദികൾ പങ്കിടുന്നവർക്ക് താക്കീതുമായി ജിഫ്രി തങ്ങൾ എന്ന ടൈറ്റിലിൽ സുപ്രഭാതം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. എന്താണ് ജിഫ്രി തങ്ങൾ അന്ന് പറഞ്ഞത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാനും ബിദ്അത്തുകാരുടെ ജൽപ്പനങ്ങൾ പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കാനുമാണ് സമസ്ത രൂപീകരിച്ചതെന്ന് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്തയുടെ മുഴുവൻ കീഘടകങ്ങളുടെയും പ്രവർത്തകരും നേതാക്കളും ഈ ദൗത്യ നിർവഹണത്തിന് ജാഗ്രത കാണിക്കണം. ബിദ്അത്തുകാർ അവരുടെ ആശയപ്രചരണത്തിന് ഒരുക്കുന്ന വേദികളിൽ സമസ്തയുടെ കീഘടകങ്ങളുടെ പ്രവർത്തകരോ നേതാക്കളോ പങ്കെടുക്കരുത്. സമസ്തയുടെ പ്രവർത്തകരാണെന്ന് പറയുകയും പുത്തനാശയക്കാരുടെ വേദികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് നീതീകരിക്കാനാവില്ല. അത്തരം ആളുകൾക്ക് നിലവിലുള്ള പദവികൾ ഉപേക്ഷിച്ച് മറ്റു വഴികൾ തേടാമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. നോക്കൂ, നിങ്ങൾ ഉളുപ്പുണ്ടെങ്കിൽ അത്തരം ആളുകൾ ഈ പദവികളിൽ നിന്നൊക്കെ സ്വയം ഒഴിഞ്ഞ് അവർക്ക് ഇതിന് പറ്റുന്ന രാഷ്ട്രീയ പദവികൾ സ്വീകരിക്കലാകും നല്ലത് എന്ന് പോലും ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാസർ ഫൈസിയെ പോലുള്ള ഈ സുഹാബി നേതാക്കൾ എങ്ങോട്ടാണ് ഈ കൗമിനെ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ നോക്കണം. എന്താണ് ഇത്തരം പരിപാടികൾ പങ്കെടുത്താൽ എന്ന് ചോദിക്കുന്നവരോട് സമസ്തയുടെ സ്ഥാപിത പണ്ഡിതന്മാർ ഈ സമസ്തയെ സ്ഥാപിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ബിദഈ ആശയങ്ങളിലേക്ക് ജനങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബിദഈ പരിപാടികളിലേക്ക് പോയാൽ ഈ പ്രസ്ഥാനങ്ങൾ, ഈ ബിദഈ പ്രസ്ഥാനങ്ങൾ അതിനൊക്കെ എത്രയേ ഉള്ളൂ, അതിൻ്റെ ഗൗരവമൊക്കെ എത്രയേ ഉള്ളൂ. അവരൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നവരാണ്, അവരൊന്നും നമ്മൾ ഒഴിച്ചു നിർത്തേണ്ടവരല്ല. ആ ആശയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും പ്രശ്നമില്ല എന്ന് സാധാരണക്കാരായ ആളുകൾ ധരിക്കും. അതുകൊണ്ടാണ് അവരിൽ നിന്ന് അകന്നു നിൽക്കണം. ആ ആശയങ്ങളിൽ നിന്ന് മാത്രമല്ല, അവരിൽ നിന്ന് പോലും അകന്നു നിൽക്കണം. അവൻ്റെ ആശയങ്ങൾ പേച്ചതാണ്. അതുകൊണ്ട് ആദർശപരമായ വിയോജിപ്പ് അവനോട് എപ്പോഴും വേണമെന്നും ആ അകലം പാലിക്കണമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതല്ലേ. അതല്ലേ സമസ്ത ഇവിടെ ഏറ്റുപറഞ്ഞിട്ടുള്ളൂ. ആ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ആളുകൾ സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുകയും, എന്നാൽ ഈ പായസ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന ആളുകൾക്കാണ് സുഹാബികൾ എന്ന് പറയുന്നത്. ഈ സാമ്പാറുകളെയാണ് നമ്മൾ ആദ്യം സമസ്ത എന്ന മഹിതമായ സംഘടനയിൽ നിന്ന് എടുത്ത് പുറത്തെറിയേണ്ടത്. എങ്കിൽ മാത്രമേ ഇത് പരിശുദ്ധമാവുകയുള്ളൂ. നോക്കൂ, നിങ്ങൾ ഈ അനുസ്മരിക്കപ്പെടുന്ന ഈ വ്യക്തി റസൂൽ ഗഫൂർ എന്ന് പറയുന്ന ആൾ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഫുൾ ടൈം പ്രവർത്തകനായിരുന്നു.
അങ്ങനെ മരണപ്പെട്ടു പോയ അയാളെ അനുസ്മരിക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിയിലേക്കാണ് ഈ പണ്ഡിത വേഷധാരി പോകുന്നത്. ജനങ്ങൾ എന്ത് വിചാരിക്കണം? സുന്നികൾ എന്ത് വിചാരിക്കണം? ഇയാൾക്ക് ഈ തബ്ലീഗ് ജമാഅത്തുകാർക്ക് പ്രശ്നമില്ല എന്നോ, ഈ മുജാഹിദിൻ്റെ ആളുകൾക്ക് ലോകത്തുള്ള മുസ്ലിങ്ങളെ മുഴുവൻ മുശ്രിക്കുകളും കാഫിറുകളുമാക്കുന്ന ഈ വഹാബി പുരോഹിതന്മാർക്ക് യാതൊരു പ്രശ്നവുമില്ല, അവരോടുകൂടെ സന്ധിക്കാം, വേദി പങ്കിടാം, അവരുടെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാം എന്നാണോ സാധാരണക്കാരായ ആളുകൾ വിചാരിക്കേണ്ടത്, ധരിക്കേണ്ടത്? എന്ത് സന്ദേശമാണ് ഇയാളെപ്പോലുള്ള പണ്ഡിത വേഷധാരികൾ ഈ സമൂഹത്തിന് നൽകുന്നത്, സുന്നി സമൂഹത്തിന് നൽകുന്നത്? ഇയാൾ പങ്കെടുത്തിട്ടില്ലല്ലോ, പങ്കെടുക്കുമെന്ന് നോട്ടീസല്ലേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. ഇയാളോട് ഈ കാര്യം ഒരു ഗ്രൂപ്പിൽ പ്രവർത്തകർ ചോദിച്ച സമയത്ത് അയാൾ അതിന് മറുപടിയായി വിട്ട ഒരു ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. KM ഷാജി തദ്ദേശ സ്വയംഭരണം, അതിൻ്റെ അടിയിൽ മരക്കുറ്റികൾ നീക്കാൻ നിർദ്ദേശം എന്നതിന് റൗണ്ട് ചെയ്തുകൊണ്ട് ഇയാൾ അതിനെ പുച്ഛിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ, സുന്നി പ്രവർത്തകരുള്ള ഒരു ഗ്രൂപ്പിൽ, സുന്നി എന്ന് പേരുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്ത് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ, എന്താണ് യാഥാർത്ഥ്യമെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ കൊടുത്ത മറുപടിയാണ്. അതിന് ആ ഗ്രൂപ്പിൽ തന്നെ അയാൾക്ക് പള്ള നിറച്ചും അതിലുള്ള പ്രവർത്തകർ കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എന്നാൽ ഞാനതിൽ പങ്കെടുക്കുന്നില്ല, ഞാനുമായിട്ട് അതിന് ബന്ധമില്ല എന്നൊന്നും അയാൾ പറഞ്ഞില്ല. അതയാൾ പറയൂല. എങ്ങനെ പറയുക? ഇയാൾ പിന്തുണയ്ക്കുന്ന സകല ആളുകളും ഇതല്ലേ ടീം, ഇതല്ലേ ഇയാളുടെ നിലവാരം. അപ്പോൾ നാസർ ഫൈസിയെ പോലുള്ള ആളുകളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. പണ്ട് സമദാനി പറഞ്ഞതുപോലെ കടലിൽ നിന്ന്, കടലിലെ വെള്ളം തിരമാലകൾ ഇങ്ങനെ അലയടിക്കുന്നത് കണ്ടിട്ട് ആ കടലിൻ്റെ തിരമാലകൾ എൻ്റെ വീട്ടിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് അയാൾ ആ ബക്കറ്റിലെ വെള്ളത്തിനോട് പറഞ്ഞു, ആട് തിരമാലേ പാട് തിരമാലേ, തിരമാല ആടുന്നില്ല, തിരമാല പാടുന്നില്ല എന്ന് സമദാനി പറഞ്ഞ ഒരു പ്രസംഗം ഉണ്ടല്ലോ. അത് നാസർ ഫൈസി തന്നെ പറയട്ടെ. പണ്ട് അബ്ദുസമദ് സമദാനി പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുകയാണ്. സമദാനി പറഞ്ഞത് പലരും കോപ്പി അടിച്ചിട്ടുണ്ട്, മറ്റു പല ആളുകൾക്കും വേണ്ടി. ഞാൻ അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒരു കുട്ടി കടലിന്റെ നേരെ അടുത്ത് ചെന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കടൽ തിരമാല ആഞ്ഞ് കടൽ തിരമാല വീശുന്ന സന്ദർഭത്തിൽ ആ കുട്ടിക്ക് തോന്നുന്നു, എന്നും ഞാൻ ഈ കടപ്പുറത്ത് വന്നുകൊണ്ട് കടൽ തിരമാലയുടെ ആരവം കാണണ്ട, എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കടൽ തിരമാലയുടെ ആരവം കാണണം. അതുകൊണ്ട് നന്നായി 10 നിവർത്തി സർപ്പമാടുന്ന പോലെ ഒരു തിരമാല ആഞ്ഞു വീശുമ്പോ ആ തിരമാല ബക്കറ്റിലേക്ക് ശേഖരിച്ചു ആ കുട്ടി. എന്നിട്ട് ആ കുട്ടി നേരെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി മുറ്റത്ത് വെച്ചിട്ട് പറഞ്ഞു, ആട് തിരമാലേ പാടു തിരമാലേ, ആ തിരമാല ആടൂല, ആ തിരമാല പാടൂല. ആ ബക്കറ്റിലെ വെള്ളം വെള്ളം കടലിലുള്ള സമയത്തുണ്ടാകുന്ന ആട്ടം പിന്നെ ആടൂല. കടലിനോട് ചേരുമ്പോഴേ ആ ബക്കറ്റിലെ വെള്ളത്തിന് ആരമുണ്ടാവും. അല്ലാണ്ട് അവിടെ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുവന്നാ പിന്നെ ആടാൻ പറഞ്ഞാൽ ആടൂല, പാടാൻ പറഞ്ഞാൽ പാടൂല. സംഘത്തോട് ചേരുമ്പോഴേ ഏതൊന്നിനും ശക്തി ഉണ്ടാവും. ഇതാണ് സംഘത്തോട് ചേർന്ന് നിൽക്കാതിരുന്നാലുള്ള അവസ്ഥ. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം അത് വെക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നാസർ ഫൈസി, നിങ്ങൾ അടക്കമുള്ള, ഞാനടക്കമുള്ള എല്ലാവർക്കും കരണീയം അതാണ്. ആ പണ്ഡിത സഭ ഒരു പ്രസ്താവന പുറത്തിറക്കുമ്പോൾ ഒരാഴ്ച അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് അതിനെ പരസ്യമായി ധിക്കരിച്ചുകൊണ്ട് രംഗത്ത് വരിക. ഞാൻ വിചാരിക്കുന്നത് തങ്ങൾ ഉസ്താദ് പറഞ്ഞുകൊണ്ടാണ് അതിനെ പരസ്യമായി ധിക്കരിച്ചുകൊണ്ട് ഇയാൾ വരുന്നത് എന്നാണ്. അല്ലെങ്കിൽ ആ പരിപാടിയിൽ നിന്ന് ഒഴിവാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതാണ് സൂക്കേട്. ഇപ്പോൾ സമസ്ത എന്ത് പറയുന്നു അതിന് നേരെ വിപരീതം ചെയ്യുക എന്നുള്ളതാണല്ലോ സുഹാബി ട്രെൻഡ്. സമസ്ത കള്ളുകുടിക്കരുത് എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് കള്ളു കുടിക്കാനും വരെ ഇവർ പോകുമെന്ന് നമുക്ക് സംശയമാണ്. സമസ്ത 5 വക്താണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ 4 വക്തായി ചുരുക്കാൻ ഇവർ തയ്യാറാകുമെന്ന് സംശയമാണ്. കാരണം സമസ്ത തള്ളിയതിനൊക്കെ തോളിലേറ്റി നടക്കുകയാണ് ഇവരുടെ ജോലി. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളോട് പറയാനുള്ളത്, സംഘത്തോടൊപ്പം നിൽക്കുക, അതായിരിക്കും കരണീയം. ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ പുലി പിടിക്കും, അത് ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.